പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിനുള്ളിലുള്ള മറ്റൊരു രാജ്യത്തെക്കുറിച്ചാണ്. റഷ്യക്കുള്ളിലുള്ള ഒരു മുസ്ലിം രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ചെച്നിയയെക്കുറിച്ച്. അതുപോലെ ഫ്രാൻസിനുള്ളിലുള്ള ഒരു ചെറിയ രാജ്യം അതേതാണെന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിനുള്ളിലുള്ള ചെറിയ രാജ്യം എന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള മൊണാക്കോ ആണ്. ഫ്രാൻസിൻ്റെ തെക്കേ അറ്റത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് മൊണാക്കോ സ്ഥിതി ചെയ്യുന്നത്. വെറും 38,000 മാത്രമാണ് മൊണാക്കോയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ അതിസമ്പന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മൊണാക്കോ. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ അവധിക്കാലം ചെലവഴിക്കാനൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ് മൊണാക്കോ എന്നുള്ളത്. നമുക്കറിയാം, ഫോർമുല 1 ഗ്രാൻഡ് പ്രീ ഒക്കെ നടക്കുന്ന സർക്യൂട്ടൊക്കെ ഉള്ള പ്രദേശം കൂടിയാണ് മൊണാക്കോ എന്നുള്ളത്. യാട്ടുകളും കസിനോകളും മറ്റുമായിട്ട് സമ്പന്നർ തങ്ങളുടെ അവധിക്കാലം ചെലവഴിക്കാൻ എത്തുന്ന മൊണാക്കോയെക്കുറിച്ച് നമുക്ക് നോക്കാം. മൊണാക്കോ 1881 മുതലേ ഒരു ഏകാധിപത്യ ചക്രവർത്തിമാർ ഭരിച്ചു പോയിരുന്ന ഒരു പ്രദേശമാണ്. പ്രിൻസിപ്പാലിറ്റി ഓഫ് മൊണാക്കോ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള പതാകയാണ് ഈ രാജ്യം ഉപയോഗിക്കുന്നത്. പ്രിൻസ് ആൽബർട്ട് രണ്ടാമനാണ് ഇപ്പോൾ മൊണാക്കോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് മൊണാക്കോയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത്. മൊണാക്കോ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും യൂറോ ആണ് മൊണാക്കോയിലെ ഔദ്യോഗിക കറൻസി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച്, അല്ലെങ്കിൽ ഫ്രാൻസിലായതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷയാണ്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ബീച്ച് ടൂറിസമൊക്കെ ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ് മൊണാക്കോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മൊണാക്കോയെക്കുറിച്ച്, ഫ്രാൻസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മൊണാക്കോയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മൊണാക്കോയിൽ നിന്നുള്ള ഫുട്ബോൾ ടീമായിട്ടുള്ള AS മൊണാക്കോ മത്സരിക്കുന്നത് ഫ്രാൻസിൻ്റെ സ്വന്തം ഫുട്ബോൾ ലീഗായിട്ടുള്ള ഫ്രഞ്ച് ലീഗിലാണ്. അപ്പോൾ ഇത്രയും അടുത്ത കണക്ഷനാണ് ഫ്രാൻസും മൊണാക്കോയും തമ്മിലുള്ളത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊണാക്കോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.